ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. 40 രാവും 40 പകലും ഓരോളോ ഓടി. ആദ്യം കേട്ട ദൂതന്റെ ശബ്ദമാണ്. ദൂതനെ ഇതൊക്കെ കൊണ്ടുപോയി എഴുതാനൊക്കെ പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോ ദൂതന്റെ ശബ്ദമൊന്നുമല്ല കേട്ടത്. ഓരോരി ചെന്നപ്പോ ദൈവത്തിന്റെ ശബ്ദമാണ് കേട്ടത്. യഹോവയുടെ ശബ്ദമാണ് കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവഹാനി വരുമെന്ന് ഭയന്നവനെ, ജീവഹാനി വരുമെന്നല്ല ഭയന്നത്. ഹല്ലേലൂയ. ജീവഹാനി വരുമെന്ന് പറയുന്നവന് ജീവശക്തി പകരുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയാ. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ദൂതറിയിക്കുകയാണ്. ജീവഹാനിയോടുകൂടി, ഭയത്തോടുകൂടി, ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു രോഗത്തിന്റെ മുമ്പിലോ, ഒരു ഭാരത്തിന്റെ മുമ്പിലോ, ഒരു കടഭാരത്തിന്റെ മുമ്പിലോ, ആത്മഹത്യയുടെ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന്റെ മുമ്പിലോ നീ ആയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ജീവഹാനി വരുത്തുവാൻ അല്ലെങ്കിൽ ദൈവം സമ്മതിക്കത്തില്ല. ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൈവിക ജീവശക്തി നിന്നിലേക്ക് വ്യാപരിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ 19-ാം അധ്യായം താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഹസായേലിനെ നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം, ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആരോട് പറയാം? ദൈവം, യഹോവ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആരോട് പറയാം? ഏലിയാവിനോട് പറയാ. ഏലിയാവ് പറഞ്ഞു, ഞാൻ മതി എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന പാർട്ടിയാ. പുള്ളിയോട് പറയുകയാണ്, ഇപ്പൊ നീ എന്ത് ചെയ്യണം? ഹസായേലിനെ നീ എന്ത് ചെയ്യണം? ആരാമിന് രാജാവായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിംസിയുടെ മകനായിട്ടുള്ള യേഹൂനെ അല്ലെങ്കിൽ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ള ദൈവിക നിയോഗമാണ് കിടക്കുന്നത്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, സഫാത്തിന്റെ മകനായിട്ടുള്ള ഏലിശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. കേട്ടോ, ജീവഹാനി വരുവാൻ നോക്കുന്നവനെ, അല്ല ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് നോക്കുന്നവനെ, അല്ലെങ്കിൽ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് തന്റെ ദൂതന്റെ മേൽ അല്ലയോ കടലിന്മേ ചുട്ട അടയും അല്ലയോ തുരുത്തി വെള്ളവും കൊടുത്തിട്ട് അവനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് പറയുക, ഇവിടം കൊണ്ട് പുഷ്ടോപ്പ് ചെയ്യുവാനുള്ളവൻ അല്ല നീ. ഹല്ലേലൂയ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ജീവശക്തിയാൽ നീ എന്താണ് ചെയ്യേണ്ടത്? നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ടവനാണ്. ഹല്ലേലൂയ. നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ടവനാണ്. മാത്രമല്ല, നിന്റെ പ്രവചന ശക്തി ഇവിടെ കൊണ്ട് തീരത്തില്ല. ദൈവത്തിന്റെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. അത് ചിലരിലേക്ക് പകരേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ ആരാധന വെളിപ്പെടുമ്പോൾ ദൈവിക ദൂതുകൾ വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനാസന എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നീ ഇത് കുറിച്ചിട്ടോ. ഹല്ലേലൂയ. ഒത്തിരി വിടുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാ. ടൈം നിന്റെ മേലൊരു പുതപ്പ് വീഴേണ്ട സമയമാണ്. എന്നോട് ദൂതറിയിക്കുക. പ്രാർത്ഥിച്ചോണം കേട്ടോ, പ്രാർത്ഥിച്ചോണം കേട്ടോ, സമർപ്പിച്ചോണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പ്രവാചന ശുശ്രൂഷ അല്ലെ ഏത് ശുശ്രൂഷ ആയിക്കോട്ടെ, അതിനൊന്നും ഒരു ജോലിയോ മറ്റു കാര്യങ്ങളൊന്നും തടസ്സമല്ല. അല്ലെ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ദൈവം അയക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള സമയമായിരിക്കുക. ഹല്ലേലൂയ. മതിയെന്ന് പറയുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഭയങ്കരമായിട്ട് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജോസങ്ങൾ അല്ലെ റേജ, ബോണാമിന് ഞങ്ങളുടെ ജോസങ്ങളുണ്ട്. ജോസങ്ങൾ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹത്തിന് കാലിനൊക്കെ ഭയങ്കര പ്രയാസം, ഭയങ്കര ബുദ്ധിമുട്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. അദ്ദേഹം ഒരു മൈക്കാട് പണിക്കാരനെ രാവിലെ പണിക്ക് വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ടോ, ദേവാസനെ ജോലിക്ക് വിളിച്ചിട്ട് അദ്ദേഹം നേരെ പോയി. എങ്ങോട്ടാ പോയതറിയോ? ബോണാമിലെ കല്ലറയില്ലേ മക്കളെ, ബോണാമിലെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പേ കല്ലറയിലേക്ക് ചെന്നപ്പോൾ ആന്റിയുടെ ശവക്കല്ലറ എടുത്തിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു കുഴി വെട്ടാൻ പറഞ്ഞു. പുള്ളി അന്തം വിട്ട് നോക്കുക. കയ്യാള് കുഴി വെട്ട് നിന്നോട് ഞാൻ പറയുന്നല്ലേ ചെയ്യുന്നു. ഹല്ലേലൂയ. കുഴി വെട്ടാൻ പോയ മനുഷ്യൻ ഇപ്പൊ കോയമ്പത്തൂരിൽ പോയി ദൈവത്തെ ആരാധിച്ചോണ്ടിരിക്കുക. കുഴി വെട്ടാൻ പോയ മനുഷ്യന്റെ പുള്ളി ഉണ്ടായിരുന്ന പുള്ളി ഇരുത്തിക്കൊണ്ട് ഞാൻ അടിച്ചു. ഇന്ന് വിളിച്ചോണ്ട് വന്നെ പുള്ളി ഇവിടെ ഇല്ല.
ഹല്ലേലൂയ. കുഴിവെട്ടാൻ പോയ മനുഷ്യൻ ഇന്ന് കോയമ്പത്തൂർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുള്ളിയെ ലണ്ടനിൽ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നത്. പുള്ളിയുടെ മകനോടുണ്ടോ അവിടെ പോയി കഴിഞ്ഞാൽ പുള്ളിയെ വിളിച്ചോണ്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പുള്ളിയുടെ പുറകെ ഈ ബലൂണായിരിക്കും തൂങ്ങി പോകുന്നില്ല എന്ന് പറഞ്ഞാല് ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഴി വെട്ടേണ്ടവനെ സ്വർഗം മാറ്റി. ഏലിയാവേ, നീ ഓർത്ത് ഇവിടെ കൊണ്ട് അവസാനിക്കുമല്ലേ? ഈ ദൈവത്തിൽ നിന്നൊരു ജീവശക്തി വെളിപ്പെട്ടാലുണ്ടല്ലോ, ഈ ദൈവത്തിൽ നിന്നൊരു ജീവശക്തി വെളിപ്പെട്ടാലുണ്ടല്ലോ, ഒരു കുറഞ്ഞൊരു ജീവശക്തി നിന്റെ മേൽ നിന്ന് വെളിപ്പെട്ടാലുണ്ടല്ലോ, ഇല്ല നീ അവസാനിക്കത്തില്ല കേട്ടോ. നീ ഇവിടെ കൊണ്ട് തീർന്നു പോകത്തില്ല കേട്ടോ. നിന്റെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഈ അലരിയ ഉപവാസ പ്രാർത്ഥനയുടെ 10ാം ദിവസം രാത്രിയിൽ ഞാൻ പറയട്ടെ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. കാരണം നിന്റെ തോട്ടവും നിന്റെ പോക്കും നിന്റെ യാത്രയും എന്തിലേക്കാണെന്നറിയാവോ? യെരൂശലേമിലേക്ക്, ആലയത്തിന്റെ പണിയിലേക്ക്, ഒരു വാഗ്ദത്തത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനും നീയും ദൈവമക്കളെയും ഈ ഉപവാസ പ്രാർത്ഥനയോട് അലലിയ ഈ ആരാധനകളോടും നമ്മളെ ഒരു യാത്രയുണ്ട്. അത് സ്വർഗീയ അലലിയ സ്വർഗീയ യെരൂശലേമിൽ അലലിയ സ്വതന്ത്രം ആ അരുമനാഥനോട് ഒരുമിച്ച് വാഴുവാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ യാത്രയിൽ അലലിയ സ്വതന്ത്രം അത് ശുഭമായി തീരും. അതിന് തടസ്സം വയ്ക്കുവാൻ ഒരു ശത്രുവിന് വിടവില്ല. ശത്രുവിന്റെ സകല പദ്ധതികളെ പൊളിച്ച് ഈ ദിവസം നമ്മുടെ ചുവടുകൾ വെക്കുമ്പോൾ അല്ലെ നീ മാത്രമല്ല നിന്റെ സമ്പത്ത് ദൈവിക വാഗ്ദത്തത്തിലേക്ക് ചെല്ലുകട്ടോ. നീ ശൂന്യമായി ഒരിക്കലും ചെല്ലത്തില്ലെന്ന്. ഹല്ലേലൂയ. നീ ചെല്ലുന്ന സ്ഥാനത്ത് നിന്റെ തലമുറകൾ ഒരുമിച്ച് നീ ചെല്ലാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്ഥിതികൾ മാറാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3ാം ക്രിസ്ത്യൻ ചർച്ചിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. ഈ ബിൽഡിംഗിന്റെ പോലെ സ്ഥിതി മാറാൻ പോവുകയാണ്. എന്നോട് പറയുകയാണ് 2026 അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ആലയത്തിന്റെ സ്ഥിതിയേ മാറും. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ സ്ഥിതി മാറും. ഹല്ലേലൂയ സ്തോത്രം. നീ ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ പ്രതിസന്ധികളുടെ മേൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ അല്ല കേട്ടോ. ഒരു ഗുണമായ അതിന്റെ ആറ്റിന്റെ തീരത്ത് നിന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആരംഭിച്ച് യാത്ര അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തിയതുപോലെ ദൈവമക്കളെ നിങ്ങളുടെ യാത്ര അല്ലയ്യ ഇടയിൽ വെച്ച് മുറിഞ്ഞു പോകത്തില്ല, ഇടയിൽ വെച്ച് അവസാനിച്ചു പോകത്തില്ല. അത് എത്തേണ്ടടുത്ത് എത്തും. കാരണം ഞാൻ കണ്ടാലും ലോകാവസരത്തോളം നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് പറഞ്ഞു. അരുമനാഥന്റെ സാന്നിധ്യം അത് നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ ഇരുളടഞ്ഞ ഏത് സാഹചര്യവും മാറ്റി ഹല്ലേലൂയ നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ഹല്ലേലൂയ നീ അന്ധകാരത്തെയോ അവസാനത്തെയോ കാണത്തില്ല. നീ ചിലതിന്റെ തുടക്കം കാണും. ദൈവശബ്ദം കേൾക്കാൻ ഈ സമയം ചില ദൈവ കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ പോവുകയാണ്. നമ്മളെ എന്നോട് പരിശുദ്ധാത്മാ ദൂതറിയിക്കാൻ പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വരെ നീ ദൂതനായിരിക്കും കണ്ടിരിക്കുന്നത്, ഇന്ന് വരെ നീ ദൂതന്റെ ശബ്ദമായിരിക്കും കേട്ടിരിക്കുന്നത്, ഇന്ന് വരെയും അങ്ങനെ കരുതലായിരിക്കും കണ്ടിരിക്കുന്നത്. ഓ ഇല്ല, ആ റേഞ്ചൊക്കെ മാറാൻ പോവുകയോ. നിന്നെ ഹോരേബോളം നീ ഓർക്കുക ഈ 40 രാവും 40 പകലും എന്നെ എന്തിനാ ഇങ്ങനെ നടത്തുന്നത് ഇല്ലെന്ന് മോശയുടെ മേൽ പകർന്ന, മോശയോട് സംസാരിച്ച, മോശയോട് കൂടി ആയിരുന്ന അതേ ദൈവ സാന്നിധ്യത്തിലേക്ക് നിന്നെയും കൊണ്ടുവന്ന് നിന്നോടൊന്ന് സംസാരിക്കുക. ആ മൃദുവായ സ്വരമൊന്ന് കേൾക്കണ്ടേ? ആ മൃദുവായ സ്വരം നിനക്കൊന്ന് കേൾക്കണ്ടേ? ആ യഹോവയായ ദൈവത്തിന്റെ സ്വരം നിനക്കൊന്ന് കേൾക്കണ്ടേ? നിന്നോടൊന്ന് സംസാരിക്കാൻ പോവുകയാണ്. അവിടെ ആ ശബ്ദം ഒന്ന് കേട്ടോ. നീ ഇറങ്ങിയ നീ മരിക്കത്തില്ല. നീ ഉയർപ്പിക്കുന്നവനെ ഉരുവാക്കിയിട്ടേ മരിക്കത്തുള്ളൂ. നീ ഈശ്വരനെ കടത്തി പറയാം. ഏലിയാവിന്റെ മേലുള്ള അഭിഷേകമാ നിന്റെ മേൽ കിടക്കുന്നെങ്കിൽ നീ മരണവും കാണത്തില്ല, നീ കല്ലറയും കാണത്തില്ല. നീ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. ദൈവത്തോടുകൂടെ വസിക്കുന്നവൻ ദൈവത്തോടുകൂടെ എടുക്കപ്പെടും. ഹല്ലേലൂയ. മരണത്തിന് ഹല്ലേലൂയ പോലും ജയിക്കാൻ മേലാത്ത ഒരു അഭിഷേകം, ഉയർപ്പിക്കുന്ന ഒരു അഭിഷേകം അതിന്റെ ഒരുവനിലേക്ക് പകർന്നു കൊടുക്കുവാൻ നിന്റെ മേലൊരു പുതപ്പ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. നല്ലൊരു ദൈവസാന്നിധ്യം. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റെടുക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റെടുക്കുക ദൈവം.
വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കണ്ണടയ്ക്കാം. കർത്താവേ, ഞാൻ ഈ സഭയെ ദൈവ കുഞ്ഞുങ്ങളെ കർത്താവേ, ഞാൻ എന്റെ ദൈവസന്നിധിയില് മുഴു ഹൃദയത്തോടെ കർത്താവേ, അടിയന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് അഭിഷേകത്തോടെ, ആ ആത്മശക്തിയുടെ ഒരു ഇരട്ടി പങ്കിനാൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഏലിയാവ് ഏലിശയുടെ മേലേക്ക് ആ പുതപ്പ് പകർന്നപ്പോൾ ഏലിശ ചെയ്തതിലും വലിയതായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും, ഏലിയാവ് ചെയ്തതിനേക്കാളും വലിയതായിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഏലിശ ചെയ്തെങ്കിൽ, അതുപോലെ ഈ ദൈവസഭയിലുള്ള ഓരോ ദൈവ കുഞ്ഞുങ്ങളെയും ഈ ദിവസങ്ങളിൽ ഒരു വലിയ ദൈവിക പ്രവൃത്തികൾക്കായി അവർ എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യും. സഭയെ അനുഗ്രഹിക്കുന്നു. സ്ഥിതി മാറട്ടെ കർത്താവ്, സ്ഥിതി മാറട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നു. അഭിഷേകത്തിന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക.